സഹദേവന്റെ ചെവിയിൽ നകുലിന് എന്താ പറഞ്ഞേ? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരാളുടെ ചെവിയിൽ മറ്റൊരാൾ പറയുന്നത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മോശം. കൗരവ പടയെ നയിച്ചതാരാ? കൗരവ പടത്തിൽ നയിച്ചത് തിലകൻ സാറാണ്. വെള്ളത്താടിയൊക്കെ വെച്ച് ഒമിനി വാലിൽ ഇങ്ങനെ. പിന്നെ തേങ്ങ ഉണക്കാൻ വന്നിരുന്ന അല്ലേ? പിന്നെ മമ്മൂട്ടി സാർ പിന്നെ എന്തിനാ വന്നത്? ഞാൻ അതാണോ പറഞ്ഞത്? ഈ 101 പടയെ നയിച്ചതാരാന്ന്? മേജർ രവി ആണോ? അല്ല, നിന്റെ കൊച്ചക്കച്ചിന്റെ മാപ്പിള ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ ഞാൻ എന്തോന്ന് പറയാൻ വേണ്ടിട്ട്? അല്ല, നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഈ കവചകുണ്ടലം എന്ന് പറയുന്നത് ഈ കവചകുണ്ടലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയുടെ അത്ര ഇരിക്കും. പിന്നെ ഇതിന് ചുറ്റും 3 മറ്റേ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ അതിനെ പിന്നെ നല്ല വെള്ള കല്ലുകളൊക്കെ പതിച്ചിട്ടുണ്ട്. വെള്ളി മേളിൽ ഇങ്ങനെ പതിച്ചു. ഇതെങ്ങും പോയില്ല കേട്ടാ ഈ കവചകുണ്ടലം. പുള്ളി എടുത്ത് തിന്നതാണെന്ന് തോന്നുന്നു. അവിടെ എങ്ങനെ കുറിച്ചിറക്കേണ്ട കാര്യം. കവചകുണ്ടലം എന്ന് പറഞ്ഞ പൂർവികരായിട്ട് ജന്മസിദ്ധമായി നമ്മുടെ ദേവാലയത്തിൽ എല്ലാവരും കൂടി കൈകൂപ്പി നിന്ന് ഒരാളുടെ കയ്യിൽ കൊടുത്തതാണ് കവചകുണ്ടലം. ഭയപ്പെടരുത്. ആര് ഭയപ്പെട്ടത്? നിങ്ങളല്ലേ ഇതെല്ലാം പറഞ്ഞു. വർഷങ്ങളായിട്ട് കൈമാറിക്കൊടുന്ന സംഭവമാണ്. അപ്പ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആരും അമ്പര കണ്ട. അമ്പരക്കണ്ടേ? അതെന്തോ അമ്പരക്കണ്ട? അവന് തൊട്ടപ്പുറത്ത് 49 കണ്ടമുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു 1.5 കണ്ടോ കൂടെ മേടിക്കുന്നുണ്ട്. അതാണ് അമ്പരക്കണ്ട. ഈ തറവാടെന്ന് പറയുമ്പോ ഞാനും സുഭദ്രയും യവനും അടങ്ങുന്ന ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റാ? അതെന്താ സംഭവം? എന്താ ട്രസ്റ്റ് എന്ന് വെച്ചാ? ട്രസ്റ്റ് അറിഞ്ഞൂടെ? ഇല്ല, പറഞ്ഞുതരാം, വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇതാണ് ട്രസ്റ്റോ. ഈ ലോൺ അടവൊക്കെ ഒരുപാട് മുടക്കമുണ്ടല്ലോ. ഉണ്ട്. ഒരുപാട് പൈസയൊക്കെ കടം മേടിച്ചിട്ട് ഉണ്ട്. മാത്രമല്ല, കുട്ടികൾ ഇനിയിപ്പോ സ്കൂൾ തുറക്കുമ്പോ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പുസ്തകമൊക്കെ മേടിക്കണം അല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് ഇപ്പൊ ഇവിടെ നടിക്കോ? ട്രസ്റ്റോ ഇത് ട്രസ്റ്റാന്ന് പറയുമ്പോ ഇത് എന്താന്ന് നോക്കിയപ്പോ ട്രസ്റ്റ് എന്ന് പറയുമ്പോ അങ്ങനെയല്ല. നമ്മുടെ തറവാട്ടിൽ സന്ധ്യ കഴിഞ്ഞാൽ അത്താഴയില്ല. പുഴുക്കാ കഴിക്കണേ. ഞാൻ പുഴുക്കും, യവൻ പുഴുക്കും, സുഭദ്ര പുഴുക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 3 പേരുടെ നിന്ന് പുഴുങ്ങുവാന്ന് മനസ്സിലായി. അതിൽ നിന്ന് പിന്നെ നമ്മൾ ഈ പുഴുക്ക് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സന്ധ്യാനാമം ചൊല്ലിട്ടേ നമ്മൾ പുഴുക്കടയ്ക്കൂ. അത് നല്ല കാര്യമല്ലേ? വേണമെങ്കിൽ ഞാൻ അങ്ങ് പാടിത്തരാം. ചേമ്പേ മണ്ണിൻ അടിയിൽ പതുങ്ങിയിരുന്ന നിന്നെ പിടിച്ച് നമ്മൾ മാന്തി മെല്ലെ കലത്തിരിട്ട് പുഴുങ്ങിടും. ചേമ്പേ ചേമ്പേ ചേമ്പേ. ചേമ്പിന്റെ കൂടെ ചേന എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുമോ? ചേന അതിലിട്ട് പുഴുങ്ങരുത്. 2 പേരുടെ പച്ചക്ക് തിന്നണം. എന്നാലേ ഈ ചൊറിച്ചില് മാറും. ചേമ്പേ ഈ ശ്ലോകമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാടുന്നത്. അത് മാത്രമല്ല, ചേമ്പ് കീച്ചതിന് ശേഷം കഴിച്ചതിന് ശേഷം നമ്മൾ ചാച്ചാൻ പോവും. ഉറങ്ങാൻ പോവും. അത് കഴിഞ്ഞ് 12 മണി കഴിഞ്ഞാൽ നമ്മള് ചൂച്ചാൻ പോകും. ചൂച്ചാന? മൂത്രമൊഴിക്കാറ് 12 മണി. ഞാൻ ഒരു കാര്യം, നിങ്ങൾ തറവാടികളല്ലേ ചാച്ചാനും ചീച്ചാനും ചൂച്ചാനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഉദ്യോഗസ്ഥനല്ലേ, പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണ്ടേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കവചകുണ്ടലങ്ങൾ കാണാതെ പോകുന്നതിന് കാരണമുണ്ട്. ഇവിടെ CCTV ക്യാമറ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷിയെ കൊണ്ടുപോവാ. അയ്യോ, ആരോ വിളിക്കുന്ന. ഹലോ സാവിത്രിയേ, എന്തടി?